സോ അതുകൊണ്ടാണ് ഏൻഷ്യൻ സ്കൾപ്ചേഴ്സിലും പെയിന്റിങ്സിലും ഒക്കെ നേക്കഡ്നെസ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതായത് ഏൻഷ്യൻ ടൈംസിൽ സാധാരണ ആർട്ട് ലിറ്ററേച്ചർ പോലത്തെ കാര്യങ്ങളൊക്കെ ഗോഡിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇത്തരത്തിൽ നമ്മൾ ഗ്രീക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഗോഡിന്റെ പെർഫെക്ഷനും പവറും കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ നേക്കഡായിട്ടായിരുന്നു ഡെപ്പിക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് ബോഡി എന്ന് പറയുന്നത് പവർ അല്ലെങ്കിൽ സ്ട്രെങ്ത് കാണിക്കാനുള്ള ഒരു മീഡിയമായിട്ടായിരുന്നു അന്ന് കണ്ടുകൊണ്ടിരുന്നത്. സോ മെയിൽ ഗോഡ്സിനെയൊക്കെ നേക്കഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു ബോഡി പെർഫെക്ഷനും സ്ട്രെങ്തും ഒക്കെ ആളുകളിലേക്ക് പ്രോപ്പറായിട്ട് എത്തിക്കാനും ഈ ആർട്ടിസ്റ്റുകൾക്ക് സാധിച്ചിരുന്നു. ആൻഡ് ഈ ഒരു കോൺസെപ്റ്റ് കാരണം അന്നത്തെ ഗ്രീക്ക് ആൾക്കാർ ഒളിമ്പിക്സ് ഡ്രസ്സ് ഇല്ലാതെയായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് നാണം ഇല്ലാത്തതുകൊണ്ടോ ഉടുക്കാൻ തുണിയില്ലാത്തതുകൊണ്ടോ അല്ല, അന്നത്തെ കോൺസെപ്റ്റ് അതായിരുന്നു. അതൊരു തെറ്റൊന്നുമല്ല. ഇപ്പം നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നാളെ ഒരു കാലത്ത് വലിയ കോമഡി ആയിരിക്കും. സോ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. സോ അവർക്ക് ബോഡി എന്ന് പറയുന്ന പെർഫെക്ഷൻ്റെയും പവറിൻ്റെ ഒരു സിമ്പലായിരുന്നു. അതുകൊണ്ട് അവർ യൂസ് ചെയ്തു. ആദ്യമൊക്കെ മെയിൽ ബോഡീസ് മാത്രമായിരുന്നെങ്കിൽ പിന്നീട് ഫീമെയിൽ ബോഡീസ് ഇതിലേക്ക് വരാനായിട്ട് തുടങ്ങി. ആഫ്രോഡൈറ്റ് പോലത്തെ മിത്തിക്കൽ ക്യാരക്ടേഴ്സ് തന്നെയായിരുന്നു സ്റ്റാർട്ടിങ്. സോ ഇത്തരത്തിലുള്ള ഫീമെയിൽ ബോഡീസ് എന്ന് പറയുന്നത് ബ്യൂട്ടിയുടെയും പ്യൂരിറ്റിയുടെയും സിമ്പലായിരുന്നു. അതുകൊണ്ട് തന്നെ ഏൻഷ്യൻ സ്കൾപ്ചേഴ്സിലും പെയിന്റിങ്സിലും ഒക്കെ ഇത്തരത്തിലുള്ള ഡെപ്പിക്ഷൻസ് നമുക്ക് ഒരുപാട് കാണാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷേ പിന്നീട് ആളുകൾ ഇതിനെ സെക്ഷലൈസ് ആയിട്ട് കാണാനായിട്ട് തുടങ്ങി. സെൻസർഷിപ്പ് വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള ഡെപ്പിക്ഷൻസ് പതിയെ കുറഞ്ഞു.